നമ്മുടെ മലയാളികളുടെ ഇടയിൽ പൊങ്ങച്ചം നമ്മളൊരു കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ തലമുറയിൽപ്പെട്ട ഒരുവിധ ആളുകളൊക്കെ വലിയ കടത്തിൽപ്പെട്ട് ഇരിക്കുകയാണ്. അതിനൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു 5 ലക്ഷം രൂപയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളൊരു 50 ലക്ഷം രൂപയുടെ വീട് പണിയാൻ തുടങ്ങും. നമ്മളെ തൊട്ടടുത്ത് കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ പോയാലറിയാം, കോടികളുള്ള ഒരു 5 കോടിയൊക്കെ ഉള്ള ഒരാൾ ഒരു 20 ലക്ഷം രൂപയുടെ വീട് വെക്കും. അവർക്ക് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും താമസിച്ച് ജീവിച്ചു പോയാൽ മതി. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള തൊട്ടടുത്ത ഒരാൾ വെച്ചൊരു വീടിന്റെ അതേ വലിപ്പം അല്ലെങ്കിൽ അതേ അടുക്കള അതേ ബെഡ്റൂം എന്ന സിസ്റ്റത്തിലോട്ട് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്ത് വീട് വെക്കാൻ തുടങ്ങും. അതോടുകൂടി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ ഹൗസിംഗ് ലോൺ ഒരു 30 കൊല്ലൊക്കെയാണ് അടവ്. 30 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരാളെ ആയുസിന്റെ പകുതി അങ്ങനെ അങ്ങ് പോകും. ഈ ഒരു വീട് വെച്ച് കഴിയുന്നതോട് കൂടിയിട്ട് ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവരെ സമാധാനം അങ്ങ് ഇല്ലാതാവും. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഒരു 800 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ വീടുകളിലൊക്കെ ഒരിക്കലും ഉപയോഗിക്കാത്ത എത്രയോ ബെഡ്റൂമുകൾ കാലിയായി കിടക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ പൊങ്ങച്ചത്തിന് യാതൊരു കുറവുണ്ടാവില്ല. നമ്മൾ വലിയ സാമ്പത്തികമായിട്ടുള്ള കടക്കണിയിലായി മാറിയിട്ടുണ്ടാവും.